വല്ലാത്ത നാശായല്ലത്. എത്ര തവണ പറയണം തന്നോട്? താൻ പോയില്ലേ? മുതലാളിയെ നേരിട്ട് കണ്ട് 2 വാക്ക് പറയേ വേണ്ടു. മുതലാളി തന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? വരാൻ പറഞ്ഞിട്ടില്ല. എന്നാലും മുതലാളിക്ക് എന്നെ അറിയാം. ഒരു കാര്യം പറയാനാ. തനിക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ആഫീസിൽ ചെല്ലും. നടന്ന് എന്റെ കാല് തേഞ്ഞു. ഓഫീസിൽ ചെല്ലുമ്പോ വീട്ടിൽ പോകാൻ പറയും, വീട്ടിൽ വരുമ്പോ ഓഫീസിൽ ചെല്ലാൻ പറയും. പിന്നെ താൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ വിളക്കും താലവും കാട്ടി സ്വീകരിച്ചിരുത്തുന്നുണ്ടോ? പാവം വിചാരിച്ച് ഒരിക്കൽ കടത്തി വിട്ടതിന് കേട്ട ചീത്ത എനിക്കേ അറിയൂ. ചെല്ല്, ആഫീസിൽ ചെല്ല്. പോ. പറ്റി വരണ്ട്, വേഗം ചെല്ല്. ഗുഡ് ബോയ്. അച്ഛൻ പൂജാമുറിയിൽ നിന്ന് വന്നു. മുതലാളി ഇന്ന് കുളി കഴിഞ്ഞ് 6 മണിക്ക് തന്നെ കടന്നിരിക്കുന്നു പൂജയ്ക്ക്. എന്താ വിശേഷം? ഓ, ഇൻകം ടാക്സ്. അതാണെന്ന് വിസ്തരിച്ച പൂജ. ഉമ്മർത്താരൻ വലിയ മുതലാളിയെ കാണാനാ. ഇരുന്നോ. രവി, രാത്രി നീ എവിടെയായിരുന്നു? ഞാൻ വെറുതെ പുറത്തുപോയി. ബസാറിൽ 9-ന് മടങ്ങിയെത്തി. 9-നോ? 9:10 നിന്റെ മുറിയിൽ നോക്കുമ്പോൾ നീ ഇല്ല. 9:15 വന്നിട്ടുണ്ട് അച്ഛാ. എന്നോട് പറയുന്നത് കൃത്യമായിട്ടാവണം. 9:15 എന്ന് വെച്ചാൽ എനിക്ക് 9 അല്ല. ഞാൻ ഒരിക്കലും വെറും വാക്ക് പറയാറില്ല. മനുഷ്യനായാൽ എന്തിനൊരു ചിട്ട വേണം. ആഹാരത്തിൽ, ഉറക്കത്തിൽ, വ്യാപാരത്തിൽ, എല്ലാം. നിന്റെ പ്രായത്തിൽ എന്നെ ഉപദേശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്നും എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ടായിരുന്നു. ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ സാഹിബിനോട് ഇംഗ്ലീഷ് പറയും, അവരോട് ഭംഗിയായി പെരുമാറും. ബിസിനസ് ആരെങ്കിലും എനിക്ക് പഠിപ്പിച്ചു തന്നതാണോ? നിങ്ങൾക്ക് എന്നെ കണ്ടുപഠിക്കാം. ആ ഭാഗ്യം നിങ്ങൾക്കുണ്ട്. വേണ്ട വിദ്യാഭ്യാസമുണ്ട്. പണം വാരിക്കോരി ചെലവാക്കി പഠിപ്പിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ഒന്നുമില്ല. എന്റെ മക്കൾക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. നിന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുമോ? ഇല്ല. കൃഷ്ണ, ഇനി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനിവിടെ കണ്ടുപോയാൽ ഒറ്റപടിക്ക് ഞാൻ കഥ കഴിക്കും. നായരെയല്ല, നിന്റെ. അവന്റെ കത്തുണ്ടോ? നിന്റെ അനുജനില്ലേ ദാസൻ? അവന്റെ എനിക്ക് എഴുതാറില്ല. അവന്റെ അമ്മയ്ക്ക് എഴുതും. ലാളിച്ച് ലാളിച്ച് അവനെ എനിക്കെതിരാക്കി നിന്റെ അമ്മ. ഇരുന്നോ കുമാര. ആർക്ക് വേണ്ടിയാണോ അതിന്റെ അനുജൻ അന്യനാട്ടിൽ നക്കാപ്പിച്ച ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത്? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ?
കരുണാകരൻ മുതലാളിയുടെ രണ്ടാമത്തെ മകൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? മന്ത്രിച്ച് അവനെ കൊള്ളരാത്തവനാക്കിയത് നിന്റെ അമ്മയാണ്. പറ നിന്റെ അമ്മയോട്. രവി, ഇനി എനിക്ക് നീയേ ഉള്ളൂ. കരുണാകരൻ മുതലാളിക്ക് ഒരു പേരുണ്ട് ഈ നാട്ടിൽ, ഓർമ്മിച്ചോ? അത് നിലനിർത്തേണ്ടത് നീയാണ്. ഉമ്മറത്ത് 2-3 പേർ കാത്തിരിക്കുന്നു. 2-3 പേരല്ല, 5 പേരുണ്ട്. ആരാണ്, എന്തിനാണ് എന്നെല്ലാം എനിക്കറിയാം. ഞാൻ ഈ വീടിന്റെ എവിടെയെങ്കിലും ഒരിടത്തിരുന്നാൽ മതി. ചുറ്റുവട്ടത്തെ ഇല അനങ്ങിയാൽ എനിക്ക് മനസ്സിലാകും, അത് നിങ്ങൾക്കാവില്ല. അമ്മ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തിന്? ആവലാദികൾ പറയാനല്ലേ? പിന്നെ കുറെ ശാപങ്ങൾ, അവസാനം കരച്ച്. മരുന്നില്ലേ? ഡാക്ടർ ദിവസവും മരുന്നില്ലേ? ശുശ്രൂഷിക്കാൻ ശമ്പളം തന്ന് നിന്നെ നിർത്തിയിട്ടില്ലേ? നിന്റെ യജമാനത്തെ വിളിച്ചെന്ന് പറ, ഈ ആവലാദികൾ കേട്ട് എനിക്ക് മടുത്തെന്ന്. ഇരിക്കുന്നാവോ? കാത്തിരുന്ന് മുഷിഞ്ഞോ? ഭാര്യ കിടപ്പായതിൽ പിന്നെ രാവിലെ ആകെ ഇവിടെ ഒരു നട്ടം തിരിച്ചിലാണ്. എത്ര പണിക്കാരുണ്ടായിട്ടുണ്ടാ കാര്യം? അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒരു നിമിഷം വരുന്നാം. ഇരിക്കുന്നാമോ? താൻ ഈ രാജ്യത്ത് തന്നെ ഉണ്ടോടോ? ഒരാഴ്ച ബാംഗ്ലൂരിലായിരുന്നു മുതലാളി. എന്താ വിളിച്ചേ? മുതലാളി എന്നോ? അത് വേണ്ട, അത് വേണ്ട. ഞാൻ എന്നും പഴയ കരുണാകരൻ തന്നെയാണോ. അപ്പൊ വന്ന കാര്യം? ഒരു മാസത്തെ തിരുമറിക്ക് എനിക്കൊരു 25,000 രൂപ തരണം കർണാടക. PWDക്കാർ ബില്ല് പാസ്സാക്കി പണം തരാൻ 30-ാം തീയതി കഴിയും. തനിക്കും പണത്തിന് ബുദ്ധിമുട്ടോ? ആളെ കളിയാക്കല്ലടോ. എന്റെ കാര്യം എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാം. ഉണ്ടിയക്കാരുടെ കയ്യിൽ നിന്നാ ഇതൊക്കെ കടമെടുത്തത്. സേട്ടുവിന് കടം വീട്ടാൻ വെച്ച പണമുണ്ട്. രാമൻ നായരെ, നമ്മുടെ സേട്ടിന് പണം വരുന്ന മാസത്തിൽ കൊടുത്താ പോരെ? സേട്ടുവിന്റെ പണത്തിന് പലിശ എത്ര? 25% അല്ലേ? അതെ, 25. സേട്ടുവിന്റെ പലിശ ഇവിടെ കൊടുത്താൽ ദാമുവിന് പണം കൊടുക്കാം. എനിക്കൊരു കാശ് പലിശ വേണ്ട. ഞാൻ ദാമുവിനോട് പലിശ വാങ്ങി. നല്ല കാര്യം. അതെനിക്ക് അറിഞ്ഞൂടെ? അതിനല്ലേ കരുണേട്ടന്റെ അടുത്ത് ഓടി വന്നത്. എത്ര റൈറ്റ് കൊടുത്താലും തരക്കേടില്ല, കാര്യം ശരിയാക്കി തന്നാൽ മതി. അത്ര നട്ടം തിരിഞ്ഞു. പിന്നെ ഞങ്ങളൊക്കെ പഴയ ആളുകളാണ്. പഴയ ചിട്ടകളെല്ലാം നല്ലതുമാണ്. നാളെ വരുമ്പോ ഏട്ടന്റെ ഒരു മേലപ്പൂട വാങ്ങിക്കൊണ്ടുവരും. ശരി, ഞാൻ വരട്ടെ. ഇരിക്കോളും. ചായ വന്നേ? അല്ല, ധൃതിയുണ്ട്. ഞാൻ പോയിട്ട് നാളെ വരാം. ശരി. രാമൻ നായരെ, 25,000 രൂപയ്ക്ക് 6,250 രൂപ പലിശ കഴിച്ച് ബാക്കി കൊടുത്ത് 25,000 രൂപയ്ക്ക് ഒപ്പ്. കോൺട്രാക്റ്റിൽ അയാളുടെ ഏട്ടനും പാർട്ണറാണ്. അതുകൊണ്ടാണ് ഏട്ടന്റെ മേലപ്പ്. മനസ്സിലായോ രാമൻ നായരെ? മനസ്സിലായി മുതലാളി. ഇനി ഞാൻ നാരായണ കുട്ടിനെ വിളിക്കും. ശാന്യം. കുറുപ്പേ, തിരക്കാണ് ഉറുപ്പേ. എന്താ വിശേഷം? ഹരിജനോത്സവന്റെ കാര്യം മുതലാളി അതിന്റെ രക്ഷാധികാരിയാകണം. കാര്യമായി മുതലാളിയുടെ സഹായം മാത്രമേ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഉറുപ്പിന് അറിഞ്ഞൂടെ? അറിയാഞ്ഞിട്ടല്ല. പിന്നെ പണ്ടത്തെ കാലമല്ല. ഭാര്യ കിടപ്പിലായത് മുതൽ ചികിത്സയ്ക്ക് വേണ്ടി പണം ധാരാളം ചെലവാക്കണം. ബിസിനസ് ആണെങ്കിൽ വളരെ മോശം. എത്ര പണം ചെലവുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എങ്കിലും കുറിപ്പ് വന്നതുകൊണ്ട് ഞാൻ വയ്യാന്ന് പറയുന്നില്ല. കഴിവതും ശ്രമിക്കാം. ഒരു നല്ല കാര്യത്തിലാണല്ലോ. അടുത്ത ആഴ്ച വരണം. ഇത് എന്റെ അമ്മാവന്റെ മകനാണ്. എന്തെങ്കിലും ഒരു ജോലി നോക്കാം.
അടുത്ത ആഴ്ച അവനെയും കൂടെ കൊണ്ടുവരണം. അടുത്ത ആഴ്ച ഒന്ന് 10 രൂപ കൊടുത്തേക്ക്. രക്ഷാധികാരം, അത്രയ്ക്കുള്ള രക്ഷാധികാരവും സാമൂഹ്യ സേവനവും മതി. ഇതൊന്ന് അയച്ചേക്ക്. പത്ത് ദിവസം കൂടി ഞാൻ തനിക്ക് അവധി തരും. അതിനുള്ളിൽ ഇടപാട് തീർത്തില്ലെങ്കിൽ ഇരിക്കുന്ന വീട് ഞാൻ പൊളിപ്പിക്കും. കരുണാകരൻ മുതലാളിയെ താൻ ശരിക്ക് കണ്ടിട്ടില്ല. മുതലാളി, ഒരു അബദ്ധം പറ്റി, വേണ്ട, മനഃപൂർവ്വം. വേണ്ട, വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. 10 ദിവസം ഞാൻ പറഞ്ഞതാണ്. അബ്ദുറഹിമാൻ സാഹിബ് അയച്ച ആളല്ലേ? അതെ. വിചാരിക്കുമ്പോഴേക്കും ജോലിയൊന്നും കിട്ടിയില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ, നോക്കാം. പോയി. അനുഭവിക്കും, ഇതിനൊക്കെ അനുഭവിക്കും. ദേവി, അമ്മ വിളിച്ചോ? എന്താ വിളിക്കാൻ പാടില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോന്ന് അന്വേഷിച്ചതാ. ഒന്നും വേണ്ട, എന്റെ പൊന്നുമോനല്ലേ, ഒന്ന് കാണാൻ വിളിച്ചതാ. അതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്റെ അച്ഛൻ? എണീക്കാനും നടക്കാനും വയ്യാണ്ട് ഞാനൊരുത്തി ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്ത നിന്റെ അച്ഛനുണ്ടോ? നിനക്കുണ്ടോ? അമ്മയ്ക്ക് അത്ര വലിയ മഹാരോഗമൊന്നുമില്ല, വെറും തോന്നല. ഡോക്ടർ പറഞ്ഞല്ലോ. പറഞ്ഞാ? നിന്റെ അച്ഛൻ പറഞ്ഞയച്ച ഡോക്ടറല്ലേ? അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നീയും പറയും അച്ഛന്റെ മോനല്ലേ. ഞാൻ കിടന്നാലെന്ത് ചത്താലെന്ത് നിന്റെ അച്ഛൻ തിരിഞ്ഞു നോക്കൂല. ഈ മുറിക്കകത്ത് ചവിട്ടിയിട്ട് എത്ര ദിവസമായി നിന്റെ അച്ഛൻ? ചോദിച്ചു നോക്കാം. അച്ഛന് രാവും പകലും അമ്മയുടെ അടുത്തിരിക്കാൻ പറ്റുമോ? ജോലി തിരക്കല്ലേ, ബിസിനസ്സിൽ 100 കാര്യങ്ങൾ നോക്കണ്ടേ? ജോലി തിരക്കാൻ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ബിസിനസ്സും പണം ഇല്ലാതിരുന്ന കാലത്തെ നിന്റെ അച്ഛന് മനുഷ്യപ്പറ്റുണ്ടായിരുന്നു. ഇപ്പൊ മനുഷ്യനെ വേണ്ട, പണം മതി. ആർക്ക് വേണ്ടിയിട്ട് അച്ഛൻ അധ്വാനിച്ച് ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്? അമ്മ എന്താ ആലോചിക്കാത്തത്? അച്ഛന് വേണ്ടി തന്നെ. നിനക്ക് നിന്റെ അച്ഛനെ അറിയില്ല, എനിക്കറിയാം. ഞാൻ അറിഞ്ഞ പോലെ ആർക്കും അറിയാൻ പറ്റില്ല. അമ്മ എന്തിനാ അച്ഛൻ എപ്പോഴും ഇങ്ങനെ പ്രാകുന്നത്? കേട്ട് കേട്ട് മതിയായി എനിക്ക്. നീയും പറ, അച്ഛന്റെ പൊന്നു മോനല്ലേ, പെറ്റതല്ലേ രക്ഷിക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ? പോടാ. എണ്ണീക്കാനും നടക്കാനും വയ്യാണ്ട ഞാൻ ഇവിടെ നരകിക്കുമ്പോ ഒരാൾ നോക്കാനുണ്ടോ, അന്വേഷിക്കാനുണ്ടോ? ദൈവം തരും, നിങ്ങൾക്ക് ഇതിനൊക്കെ ദൈവം തരും. അമ്മയുടെ പൊന്നുമോനുണ്ടല്ലോ ദാസൻ, അവനോട് ഇങ്ങോട്ട് വരാൻ എഴുതണം. അവനെ നിനക്ക് കണ്ടുകൂടാ. എടാ, അവൻ നിന്റെ അനുജനല്ലേ? ചീത്ത പറഞ്ഞു പറഞ്ഞ് സ്വൈര്യം കെടുത്തി അവനെ ഇറക്കി വിട്ടില്ലേ നിന്റെ അച്ഛൻ? നീ അത് കണ്ടുകൊണ്ട് നിന്നു. അച്ഛന്റെ അന്തസ്സറിഞ്ഞ് പെരുമാറാൻ അവൻ അറിയില്ല. തെണ്ടികളുടെ കൂടെ ആയിരുന്നല്ലോ അവന്റെ സഹവാസം. അച്ഛനെതിരായി കുടി പിടിച്ച് നടക്കുക, പ്രസംഗിക്കുക. ഓ, ഒരു പൊന്നുമോൻ. അവൻ പോയല്ലോ, അച്ഛനും മോനും സമാധാനായില്ലേ? അന്തസ്. സാൾട്ട് ശിവായുടെ മോൾക്ക് വീട്ട് കെട്ടിക്കൊടുത്തപ്പോൾ അച്ഛന്റെ അന്തസ് എത്രത്തോളം പൊന്തി? നീ പറ, അച്ഛന്റെ ത്രിപുത്രനല്ലേ? പറ. എനിക്ക് തിരക്കുണ്ട്, ഞാൻ പോണു. താക്കോൽ എവിടെ രാമനായരെ? എന്തിനാ? എനിക്ക് കുറച്ച് പണം വേണം. താക്കോല് മുതലാളിയുടെ കയ്യിലാ. ഇവിടെ ക്യാഷ് ഇരിപ്പില്ലേ? ഉണ്ട്. മൂപ്പരൊന്നും പറഞ്ഞില്ലല്ലോ. ആ, എന്താണ് ആവശ്യം? കേൾക്കട്ടെ. ഞാൻ കുട്ടിയല്ല, പ്രായപൂർത്തി വന്നവനാണ്. പുറത്തിറങ്ങിയാൽ എനിക്ക് പല ചിലവുകളുമുണ്ട്. അതൊക്കെ നിങ്ങളെ ബോധ്യപ്പെടുത്തണം. എന്നെ വേണ്ട, അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതി. മകൻ പറയണു പല ചെലവുകളുമുണ്ട്, പണം വേണമെന്ന്. ഞാൻ അച്ഛനോട് ഫോൺ ചെയ്ത് പറയട്ടെ.
അവനും പോയോ? പോയി. തുറക്കണോ വേഗം. എടി, ഒരു കഷ്ണം കടലാസെടുത്ത് ദാസനൊരു കത്ത് എഴുത. 2 ദിവസമായിട്ടല്ലേ ഉള്ളൂ കത്തയച്ചിട്ട്. നീ എന്നെ പഠിപ്പിക്കണ്ട, എഴുതാനാ പറഞ്ഞത്.